പോകുന്നത് എന്താണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്നതിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്ന് ലോകത്തുള്ള ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അഥവാ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ ലോകത്ത് നിരവധിയായ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പട്ടാള ഭരണം, ജനാധിപത്യം, കുലീന ഭരണം, അതുപോലെ തന്നെ അരിസ്റ്റോക്രസി, ഒളിഗാർക്കി, മൊണാർക്കി തുടങ്ങിയ നിരവധിയായ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് ലോകത്തുള്ള ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത്തരം സംവിധാനത്തിലെ കാര്യനിർവഹണ വിഭാഗവും അതായത് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയും ലെജിസ്ലേച്ചറും തമ്മിൽ ഒരു സുദൃഢമായ ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതായത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എപ്പോഴും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കും. ഓക്കെ, അതായത് കാര്യനിർവഹണ വിഭാഗത്തിന് എപ്പോഴും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അഥവാ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ചില ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ഇത്തരം സംവിധാനത്തിൽ നാമമാത്രമായ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ യഥാർത്ഥ റിയൽ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവും ഉണ്ടായിരിക്കും എന്നതാണ്. ഓക്കെ, അതായത് പ്രധാനമന്ത്രി തലവനായുള്ള കേന്ദ്ര മന്ത്രിസഭ യഥാർത്ഥ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ രാഷ്ട്രപതി എന്നത് നാമമാത്രമായ എക്സിക്യൂട്ടീവും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ഒരു സവിശേഷതയാണ് ഇത്തരം സംവിധാനത്തിൽ നാമമാത്രമായ ഒരു എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ യഥാർത്ഥ അധികാരം കൈയാളുന്ന ഒരു കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവും ഉണ്ടായിരിക്കും എന്നത്. കൂടാതെ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ ഗവൺമെൻറ്റിൻ്റെ തലവനും രാഷ്ട്രപതി രാഷ്ട്രത്തിൻ്റെ തലവനുമായിരിക്കും. എന്നാൽ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ പരമ്പരാഗത എക്സിക്യൂട്ടീവും നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് കൂട്ടുത്തരവാദിത്വം എന്നത്. അതായത് ഇതിലെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ പാർലമെൻ്ററി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ വ്യക്തിപരമായിട്ടും കൂട്ടായിട്ടും നിയമനിർമ്മാണ സഭയുടെ അതായത് അധോസഭയോട് അതായത് ഈ നിയമനിർമ്മാണ സഭയുടെ അധോസഭയാണ് ജനപ്രതിനിധി സഭ. ഓക്കെ, ഈ ജനപ്രതിനിധി സഭയോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. ഓക്കെ, എന്താണ് പാർലമെൻ്ററി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം തന്നെ വ്യക്തിപരമായിട്ടും കൂട്ടായിട്ടും നിയമനിർമ്മാണ സഭയുടെ അധോസഭയോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് രാഷ്ട്രീയ ഏകത്വം എന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ അതായത് പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം തന്നെ ഒരേ ആശയങ്ങളും അതുപോലെ തന്നെ സമീപന രീതികളും പുലർത്തുന്നവർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഫീച്ചറാണ് നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും തമ്മിലുള്ള ബന്ധം എന്നത്. ഓക്കെ, അതായത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധം എന്നത്. ഓക്കെ, അതായത് ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും തമ്മിലുള്ള ബന്ധം വളരെയധികം സുദൃഢമായിരിക്കും. ഓക്കെ, കാരണം മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിരിക്കും എന്നതാണ്. ഓക്കെ, കൂടാതെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് കർശനമായ അച്ചടക്കം എന്നത്. ഓക്കെ, ഇതിലെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരം സംവിധാനത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും കർശനമായ പാർട്ടി അച്ചടക്കത്തിന് വിധേയരായിരിക്കും എന്നതാണ്. ഓക്കെ, കൂടാതെ അടുത്ത പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വം എന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ മന്ത്രിസഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ അതിലെ അംഗങ്ങളെ പുറത്താക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അതായത്
പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിർദ്ദേശപ്രകാരം പുറത്താക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ചില ഫീച്ചറുണ്ട്. അതായത് ഇത്തരം സംവിധാനത്തിൽ നാമമാത്രമായ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാർലമെൻ്ററി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മന്ത്രിസഭയിലെ അംഗങ്ങളെ വ്യക്തിപരമായിട്ടും കൂട്ടായിട്ടും നിയമനിർമ്മാണ സഭയുടെ അധോസഭയോട് ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വം, അതുപോലെ തന്നെ രാഷ്ട്രീയ ഏകത്വം, അതുപോലെ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ കർശനമായ അച്ചടക്കം, പ്രധാനമന്ത്രിയുടെ നേതൃത്വം തുടങ്ങിയ നിരവധിയായ ഫീച്ചറുകൾ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.